ഇവിടെ താൻ ആദ്യം എനിക്കൊരു 50,000 രൂപ തന്നു. ഈ 50,000 ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് ആദ്യ വർഷത്തെ ലാഭം കിട്ടി 1.5 ലക്ഷം ലാഭം കിട്ടി. സോ താൻ ആദ്യം എനിക്കൊരു 50,000 രൂപ തന്ന ബാക്കിയൊക്കെ ഞാൻ കിട്ടി. ഇല്ല 50,000 പോയിട്ട് എന്റെ കാശ് എടുക്കാൻ. എടാ ഈ മാസത്തെ റോ മെറ്റീരിയൽസിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നായിരുന്നോ? അത് നമ്മൾ ഓൾറെഡി ചെയ്തു. എടാ 9 കുണുവൊക്കെ എന്ത് കച്ചവടം തുടങ്ങാനാണോ? ഇതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? നമ്മളൊരു എറണാകുളത്തുനിന്ന് സ്റ്റോക്ക് എടുക്കുന്നതായിരുന്നു. നമ്മൾ എറണാകുളം താൻ എവിടുന്നെങ്കിലും ഒരു 50,000 രൂപ ഒപ്പിച്ചിട്ട് വാ. പിന്നെ താൻ എന്നെ പോലെ വലിയ പ്രസ്ഥാനാക്കി തന്നെ ഞാൻ മാറ്റി തരാം. അങ്ങനെ ഞാൻ എവിടെയോ അവനല്ലേ അവൻ. എടോ എന്റെ ലെഫ്റ്റും റൈറ്റുമാണ് നിങ്ങൾ. ഇനി ഇയാൾക്കൊരു ലെഫ്റ്റും റൈറ്റും വരും, ഇയാൾക്കൊരു ലെഫ്റ്റും റൈറ്റും വരും. മനസ്സിലായോ? അത് മനസ്സിലാക്കാനൊന്നുമില്ല, മനസ്സിലായിക്കോളും. നിങ്ങളിപ്പോൾ എനിക്കൊരു 50,000 രൂപ താ, ബാക്കിയൊക്കെ ഞാൻ കയറ്റി. എടോ ഞാൻ വന്ന വണ്ടി കണ്ട, ഞാനിപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് നേരെ നിങ്ങളടുത്തേക്കാണ് വരുന്നത്. ആഴ്ചക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, വലിയ വലിയ കാറുകൾ, ബംഗ്ലാവ് മാതിരി വലിയ വീടുകൾ. ആരും കൊതിക്കും നമ്മുടെ ലൈഫ് കണ്ടാലും. എന്ത് അതുപോലെ സ്റ്റാർട്ടപ്പ് ഇതാണോ എന്നൊരു ഏടോ ലീഗൽ ഇല്ലീഗൽ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? നിങ്ങളുടെ 50,000 രൂപ, ബാക്കിയൊക്കെ ഞാൻ എത്തി. ഞങ്ങളുടെ 50,000 തരാനില്ല. എടോ ഈ കാതിലും കയ്യിലും കാണെ കൊണ്ട് ഊരിത്താ, ബാക്കി സാമേറ്റ്. ഇവൻ തന്നെയാണ് അവൻ നീങ്ങ വന്നേ. ഓ അല്ല എന്റെ 50,000 എടോ കാണുമ്പോ പതുക്കെ പറയടോ. ഞങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അല്ല ഈ പണി ഇത് നിർത്തിയില്ല. അയ്യോ ഞാൻ നിർത്തി. ഞാൻ പണ്ടേ നിങ്ങൾ കേസ് കൊടുത്തു, അതിനെ കുറിച്ച് ജയിലിലൊക്കെ. അയ്യോ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി, പിന്നെ പരിപാടികളൊക്കെ നിർത്തി. അല്ല എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി? അതെ, നിങ്ങളുടെ ഉടായ്പിന് ശേഷം ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ പഠിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ കൊണ്ടു, അതിനുള്ള ഫണ്ട് കണ്ടെത്തി, ആ ബിസിനസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, അതിനുള്ള ഇൻഷുറൻസ് ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ പതിയെ ഞങ്ങൾ സ്റ്റാർട്ടപ്പ്. അല്ല ചായ മാത്രമേ പറഞ്ഞോളൂ? അല്ല പൈസയല്ലേ, അപ്പൊ ചായ മാത്രം. അല്ല വേറെ നല്ല കഴിക്കാനോട് ഓർഡർ ചെയ്തോളൂ. അല്ല വേണ്ട വേണ്ട വേണ്ടാഞ്ഞിട്ട്. ഈ കട ഞങ്ങളുടെയാ ഓർഡർ ചെയ്തത്. അന്ന് നിങ്ങൾ തുടങ്ങിയ അതാണ് ഇത്. അല്ല എനിക്കെന്തെങ്കിലും ജോലി കിട്ടുമോ ഇവിടെ? പൈസ ഒന്നും ഇല്ല കയ്യിൽ. അല്ല എന്റെ 50,000 എടാ താൻ തന്റെ ഒരു 9 രൂപ പോടോ.